Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon all. മിസ്സിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നല്ലോ. Good afternoon, ma'am. Good afternoon, ma'am. സൗണ്ടിന് പ്രശ്നമുണ്ടോ? Good afternoon, ma'am. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കാം പനിയാണ്. ഇല്ല, പനിയൊന്നുമില്ല. ഇനി ഇവിടുത്തെ എക്കോന്റെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞോണ്ട് കേട്ടോ. ഇൻഫെക്ഷൻ ഒന്നുമില്ല കേട്ടോ. തോട്ടിൽ ഇൻഫെക്ഷൻ ഒന്നുമില്ല കേട്ടോ. ശബ്ദം കുറവാണ് കേട്ടോ, കുറവാണ് ടീച്ചറെ. ഞാൻ ഒന്ന് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ക്ലിയർ ആണല്ലോ. One minute. ക്ലിയർ ആണ് മിസ്. ക്ലിയർ ആണ് മാം. ഇപ്പൊ ക്ലിയർ ആണ്. Clear ആണ് ma'am. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഷുറൻസ്, സോറി, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. ഏതെല്ലാം ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ അവിടെ വരുന്ന എല്ലാ എക്സ്പെൻസുകൾക്കും, അവിടെ ട്രീറ്റ്മെന്റ് എടുത്ത നമുക്ക് വരുന്ന ചെലവുകളുണ്ടല്ലോ, അതിനെല്ലാത്തിനും നമുക്ക് എന്ത് കിട്ടും? ഹോസ്പിറ്റലൈസേഷൻ കവറിൽ നമുക്ക് പേയ്മെന്റ് കിട്ടും. ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവറിൽ പറഞ്ഞത് നമുക്ക് ഇൻസിഡന്റൽ ആയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടാവുമല്ലോ, ട്രാവലിംഗ് എക്സ്പെൻസ്, അതേപോലെ നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി വരുന്ന എക്സ്പെൻസ്, അതേപോലെ ഫുഡ് ഡയറ്ററി എക്സ്പെൻസ്, നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന ചെലവുകൾ ഉണ്ടാവും. നമുക്ക് ഇൻസിഡന്റൽ ആ ഒരു സംഭവം നടന്നതുകൊണ്ട് നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ്, ആ എക്സ്പെൻസുകളെയാണ് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൽനെസ് ആണ്, അല്ലെങ്കിൽ കവർ ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, മൂന്നാമത്തെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ഇത് മുതലാണ് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ക്ലാസ്. എല്ലാവരും ശ്രദ്ധിക്കാം. ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഇസ് എ ബെനിഫിറ്റ്സ് കവർ ദാറ്റ് കവർ the insured for many serious or critical illness. നമുക്കറിയാം ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് അസുഖങ്ങൾ ഉണ്ട്. അപ്പൊ ആ പേഷ്യന്റിന്റെ ലൈഫിന് തന്നെ ത്രെറ്റനിങ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ അസുഖങ്ങൾക്ക് കവർ കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. സച്ച് ആസ്, ഈ ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ സീരിയസ് ഇൽനെസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് അസുഖങ്ങളാണ് ഇവർ പറയുന്നത്. ക്യാൻസർ, ഏത് ടൈപ്പ് ക്യാൻസർ ആയാലും അത് ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്. പാരലൈസിസ് എന്ന് വെച്ചാൽ നമ്മൾ തളർന്നു പോകില്ലേ, നമുക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥ. മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള ഓർഗൻസ് ഏതെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, for which hospitalization expense may or may not be covered in pure hospitalization cover. സാധാരണ പ്യൂർ ഹോസ്പിറ്റലൈസേഷൻ കവറിൽ കവർ ചെയ്യാത്ത, എന്ന് വെച്ചാൽ ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഇൻക്ലൂഡ് ആവാത്ത മറ്റ് എക്സ്പെൻസുകളും നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. സം ഗ്രീവ് ഇൽനെസ്, ഭയങ്കര ഗുരുതരമായിട്ടുള്ള മാരകമായ രോഗങ്ങളാണെങ്കിൽ മേ നീഡ് പ്രൊലോങ്ഡ് റിക്കവറി. ചില അസുഖങ്ങൾക്ക് നമുക്ക് കുറെ നാള് ടൈം എടുക്കും റിക്കവർ ആയി വരാനായിട്ട്. ഈ പാരലൈസ് ആയിട്ടുള്ള ആൾക്കാര് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാറില്ലേ, അതെന്തിനു വേണ്ടിയിട്ടൊക്കെ അവര് ആ നോർമൽ ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ക്യാൻസർ ട്രീറ്റ്മെന്റ് നമ്മൾ വിചാരിക്കും ക്യാൻസർ വന്നു, അപ്പൊ ആ ഒരു പാർട്സ് റിമൂവ് ചെയ്തു, ദെൻ കീമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കണേ. അങ്ങനെയല്ല, ക്യാൻസർ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം നമ്മൾ, ലൈഫ് ലോങ് പിന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ പ്രൊലോങ്ഡ് റിക്കവറി ആവശ്യമുണ്ട്, നീണ്ടു നിൽക്കുന്നൊരു റിക്കവറി പ്രോസസ്സ് നമുക്ക് ആവശ്യമുണ്ട്. വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. വിച്ച് റിക്വയർ അഡീഷണൽ കോസ്റ്റ്, ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് നമുക്ക് അഡീഷണൽ ചെലവുകൾ വരും. സച്ച് ആസ് ഇൻസിഡന്റൽ എക്സ്പെൻസ്, നമുക്ക് ആ ടൈമിൽ വരുന്ന ചെലവുകൾ. പോസിബിൾ ഓഫ് ലോസ് ഓഫ് ഇൻകം, അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഇൽനെസ് ഉള്ള വ്യക്തിക്ക് ജോലിക്ക് പോകാനൊക്കെ പറ്റാത്തൊരു അവസ്ഥ വരും. സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ദ ഫാമിലി, ഫാമിലിയുടെ സ്ട്രക്ചർ തന്നെ. അപ്പൊ അത്യാവശ്യം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു, അദ്ദേഹം ഏൺ ചെയ്യുന്നത് നല്ല ഇൻകം ഉണ്ടായിരുന്നു. ബട്ട് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഇതേപോലത്തെ ഒരു അസുഖം, ക്യാൻസർ ആണ് തിരിച്ചറിയുന്നത്. അവിടെ വെച്ച് എന്ത് ചെയ്തു, ഇൻകം സ്റ്റോപ്പായി. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ ഫാമിലിയുടെ സ്ട്രക്ചറിന് ഒരുപാട് മാറ്റം വന്നു. ഫാമിലി ഇപ്പൊ
ഭയങ്കര പോവർട്ടിയിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെന്റിന്റെ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. നമുക്ക് പേഴ്സണൽ ആക്സിഡന്റ് കവറുകൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. Accident policy covers that insured for the expenses liable to pay only on account of accident. അവിടെ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് കിട്ടും, ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം കവർ കിട്ടും. This benefits plan in which the adopt covered is paid as lump sum based on degree of disability. നമ്മുടെ ഡിസബിലിറ്റി നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് എത്ര രൂപ എമൗണ്ട് തരണം എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഓർ ഡെത്ത്. ഇനിയിപ്പോ ആള് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡിഗ്രിയും ഡിസബിലിറ്റീസും ഒന്നും നോക്കാൻ നിൽക്കില്ല. കാരണം ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് നമുക്ക് ഒരിക്കലും ഓപ്റ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് അനുവദിക്കാം അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റില്ല, മണിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മളപ്പോ എത്ര രൂപയ്ക്കാണോ സം ഇൻഷുർഡ് ചെയ്തിരിക്കുന്നത് അത്രയും രൂപയ്ക്ക് നമുക്ക് എന്ത് കിട്ടും, അത്രയും രൂപ നമുക്ക് കിട്ടും. ഇവിടെ ആക്സിഡന്റ് പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി നോക്കിയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്ലെയിം തരുന്നത്. അല്ലാത്ത പക്ഷം ഡെത്തിന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ലൈഫ് നമുക്കറിയാം ഒരിക്കലും പൈസയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും ഒരാൾക്കും ആ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ആ ഒരു ജീവന്റെ വാല്യൂ ഒരാൾക്കും പുറത്ത് എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കോമ്പൻസേറ്റ് ചെയ്യാനോ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ്. അപ്പൊ ആ വ്യക്തി അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ സം ഇൻഷുർഡ് ആണെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അത്രയും രൂപ നമ്മൾ അനുവദിക്കും. ഓക്കെ, ഇനി ടോപ്പ് അപ്പ് കവർ ആണ്. നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നിരുന്നാലും നമ്മൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ മേ ബി ഫ്യൂച്ചറിൽ എനിക്ക് കുറച്ചും കൂടി പൈസ എന്ത് മെഡിക്കൽ എക്സ്പെൻസ് വരും എന്ന് മുൻകൂട്ടി കണ്ടിട്ട് നമ്മുടെ ഈ കവറിൽ നിന്ന് കുറച്ചും കൂടി പ്രീമിയം കൂട്ടി നമ്മൾ എന്ത് ചെയ്യും, ടോപ്പ് അപ്പ് ചെയ്യും. ടോപ്പ് അപ്പ് കവർ പ്ലാൻ ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സാധാരണയായിട്ടുള്ള ഇൻഷുറൻസ് ഇപ്പൊ ടോപ്പ് അപ്പ് കവർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. മിക്ക ഇൻഷുറൻസ് കമ്പനീസും ടോപ്പ് അപ്പ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ സാധാരണ നോർമൽ ആയിട്ട് നമ്മൾ ഒരു എമൗണ്ടിലാണ് പേ ചെയ്യുന്നത്, പ്രീമിയം പേ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രീമിയത്തിന്റെ എമൗണ്ട് വേണമെങ്കിൽ ഡബിളോ ട്രിപ്പിളോ ആക്കിയിട്ട് പേ ചെയ്യാം. അങ്ങനെ പേ ചെയ്യുമ്പോൾ ആ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമില്ല, നമുക്ക് നഷ്ടമില്ല. നമ്മൾ പേ ചെയ്യുന്നതിന് അവരെന്ത് ചെയ്യും, നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യും. A top-up health cover is considered as an extension over your current health hospitalization policy. നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ഹോസ്പിറ്റലൈസേഷന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാണ്, കുറച്ചും കൂടി എമൗണ്ട് കൂട്ടുന്ന ഒരു കവറാണ് ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ എന്ന് പറയുന്നത്. ദിസ് പോളിസി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ആഡ് ഓൺ കവർ ടു യുവർ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. ഫുൾ സ്റ്റോപ്പ്. നമ്മളുടെ ഇപ്പോഴത്തെ ഹോസ്പിറ്റലൈസേഷൻ പോളിസിയിൽ നിന്ന് ഒരു ആഡ് ഓൺ കവർ ആണ് നമുക്ക് ഇത് വരുന്നത്, ടോപ്പ് അപ്പ് കവറിൽ വരുന്നത്. ഇൻ ദ കേസ് ഓഫ് ഹയർ എക്സ്പെൻസസ് നമുക്കറിയാം ഇന്നത്തെ അസുഖങ്ങൾ വന്നാലും ട്രീറ്റ്മെന്റും അതേപോലെ തന്നെ ആക്സിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെലവാണ്. സാധാരണ ഒരു ഫാമിലി ആണെങ്കിൽ അവർ ഫിനാൻഷ്യലി ഭയങ്കര വീക്ക് ആക്കാനായിട്ട് ഈ പറഞ്ഞ ഈ പറഞ്ഞ ഒരു അസുഖത്തിന് പറ്റും, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫിനാൻഷ്യലി ബാക്കിലോട്ട് പോകും. In case of higher expenses due to illness or accident, when existing policy sum insured has get exacerbated. നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുള്ള പൈസ എന്ത് ചെയ്തു, തീർന്നു പോയി എന്ന് വിചാരിക്കും. നമ്മൾ ആ പോളിസി ഇപ്പോൾ 5 ലക്ഷത്തിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തത്, പോളിസി എടുത്തത്. ആ 5 ലക്ഷം രൂപയും നമ്മൾ ട്രീറ്റ്മെന്റ് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പോളിസി തന്നെ ടോപ്പ് അപ്പ് കവർ എടുക്കും. നമ്മൾ വീണ്ടും കുറച്ചുകൂടി പ്രീമിയം അടച്ചിട്ട് നമുക്ക് ആ ഒരു പോളിസി എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഫോണിലൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യൂലേ, ടോപ്പ് അപ്പ് ചെയ്യുമെന്ന് പറയില്ല. അതേപോലെ തന്നെ ഇൻഷുറൻസ് നമുക്ക് കുറച്ച് നാളത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എ ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് എക്സ്ട്രാ എക്സ്പെൻസ്. ഇനി വരാൻ പോകുന്ന എക്സ്പെൻസ് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, എന്നാലും നമ്മളിപ്പോ പറഞ്ഞ പോലെ മറ്റ് എന്തെങ്കിലും പോസിബിൾ നമുക്ക് എന്തെങ്കിലും ഇൻസിഡന്റൽ എക്സ്പെൻസോ ട്രീറ്റ്മെന്റ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് വല്ലതും വരാണെങ്കിൽ അത് നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഈ ടോപ്പ് അപ്പ് കവർ ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞത് ഇത്തിരി സ്പീഡ് ആയോ എന്ന് എനിക്ക് സംശയമുണ്ട്, എന്നാലും ഞാൻ പറയാം. നമ്മള് അഞ്ച് കവറിനെ കുറിച്ചാണ് പറഞ്ഞത്. 5 ഇൻഷുറൻസ് കവറുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് ഹോസ്പിറ്റലൈസേഷൻ കവർ. നമ്മൾ നോർമലായിട്ട് കാണുന്ന ഹോസ്പിറ്റലൈസേഷൻ കവറാണ്. ഇവിടെ നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന മെഡിക്കൽ, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റിന് ആവശ്യം വരുന്ന എല്ലാ ചെലവുകളും ആര് മീറ്റ് ചെയ്തോളും? ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്തോളും. രണ്ടാമത്തത് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റിന് കൂടാതെ മറ്റെന്തെങ്കിലും ഇൻസിഡന്റൽ എക്സ്പെൻസ് വരാണ്, നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കോ മറ്റു ഹോസ്പിറ്റലിലേക്കോ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ആംബുലൻസിൽ പോകേണ്ടേക്ക് വന്നാൽ അങ്ങനത്തെ ചെറിയ ചിലവുകൾ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവറിൽ റിക്കവർ ചെയ്യാൻ പറ്റും. ഇനി പറഞ്ഞത് ക്രിട്ടിക്കൽ ഇൽനെസ് കെയർ ആണ്. മാരകമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും പേഷ്യന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിട്ടിക്കൽ കെയർ ഇൽനെസ് ആണെങ്കിൽ അവരത് കവർ ചെയ്യും. മിക്ക ഹെൽത്ത് ഇൻഷുറൻസും ക്യാൻസർ എക്സെപ്റ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു AGI എന്ന് പറയുന്ന ടാറ്റയുടെ AGIയുടെ പോളിസി മാത്രമാണ് എനിക്ക് തോന്നുന്നു ക്യാൻസർ ട്രീറ്റ്മെന്റിന് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ തോന്നുന്നത്. അപ്പോൾ AGI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റേത് ഇൻഷുറൻസ് ഒക്കെയാണ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഹെൽത്ത് ഇൻഷുറൻസ് തരണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് സ്കീം നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അവർ പ്രൊവൈഡ് ചെയ്യും. മാരകമായിട്ടുള്ള അസുഖമുള്ള പേഷ്യൻസിന് അവർക്ക് അതിനുവേണ്ട ട്രീറ്റ്മെന്റിന് ആവശ്യമുള്ള പൈസ ഫണ്ട് അവർ എന്ത് ചെയ്തോളൂ, കവർ ചെയ്തോളൂ. നെക്സ്റ്റ് പറഞ്ഞത് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ്. ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ആക്സിഡൻസോ ഡിസബിലിറ്റി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയ്ക്കാണോ അഷ്യൂർഡ് ചെയ്തിരിക്കുന്നത്, അതും അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഡിസബിലിറ്റിയുടെയും ഒരു മൂല്യം. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ടീത്ത്, നമ്മുടെ ഈ മോണ ഭാഗത്ത് ടീത്തിനൊക്കെയാണ് എന്തെങ്കിലും പറ്റണമെങ്കിൽ കൂടുതൽ പൈസയൊക്കെ കിട്ടും നമ്മൾ പറയും. ആക്സിഡന്റ് ഇൻഷുറൻസ് ശ്രദ്ധിച്ചാൽ അങ്ങനെയാണ്. ടീത്ത്, അതേപോലെ എന്തെങ്കിലും ഓപ്പറേഷൻസ് സർജറി ഒക്കെ ചെയ്ത് സ്റ്റീലൊക്കെ ഇടുമല്ലോ, കൈക്കോ കാലിനൊക്കെ സ്റ്റീൽ ഇട്ട് നമ്മൾ കേട്ടിട്ടില്ലേ, അത് ആക്സിഡന്റ് വഴിയാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് കൂടുതൽ പൈസ കൊടുക്കും. ഡിസബിലിറ്റി നമ്മൾ ആ ഒരു മണിയിൽ മെഷർ ചെയ്തിട്ട് നമ്മളത് കൊടുക്കാറുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇൻഷുർഡ് ചെയ്തിരിക്കുന്ന ആ മൊത്തം എമൗണ്ട് നമ്മൾ കൊടുക്കും. കാരണം നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിയുടെ കുറവ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്തെങ്കിലും മെഷർ ചെയ്യാൻ പറ്റില്ല, മണിയിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റൂല. ഞാൻ പറഞ്ഞത് ടോപ്പ് അപ്പ് കവർ ആണ്. ടോപ്പ് അപ്പ് കവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്, കറന്റ് ഒരു ഇൻഷുറൻസ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി ഉണ്ട്. അപ്പൊ നമുക്ക് എക്സ്പെൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ മുന്നിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കവറിനോടൊപ്പം ടോപ്പ് അപ്പ് ചെയ്യും. ഇപ്പൊ ഒരു 3 ലക്ഷത്തിന്റെ കവർ ആണെങ്കിൽ ദെൻ ടോപ്പ് അപ്പ് ചെയ്യുകയാണ് 10 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 5 ലക്ഷത്തിലേക്ക് നമ്മുടെ ആ പോളിസി എമൗണ്ട് കൂട്ടാണ്, കവർ അത്രയും കൂട്ടാണ്. അതാണ് ടോപ്പ് അപ്പ് കവർ. ഇന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും വായിച്ചിരിക്കാൻ ചേർന്നു. വായിച്ചു നോക്കിയല്ലോ അതും. ഓപ്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ്. ഇറ്റ് വിച്ച് ദ ഓപ്റ്റ് കവർ ഇസ് പെയ്ഡ്. അഡോപ്റ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഓപ്റ്റഡ്.
നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ലംസം എമൗണ്ട് ബേസിൽ അല്ലെങ്കിൽ ഓൺ ദ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി. ലംസം എമൗണ്ട് ആയിട്ട് ചിലപ്പോൾ പേ ചെയ്യും. ഞാൻ പറഞ്ഞ ഡെത്തിന്റെ കേസിലാണെങ്കിൽ ലംസം എമൗണ്ട് എത്ര രൂപയ്ക്കാണോ അവര് ഇൻഷുറൻസ് എടുത്തതിന് അത്രയും രൂപ നമ്മൾ എന്തെങ്കിലും പേ ചെയ്യും. അതാണ് ഓപ്റ്റഡ് കവർ. അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പൈസ പേ ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, നമ്മളിനി അപ്പൊ നമ്മളിനി എടുക്കാൻ പോകുന്ന പോർഷൻ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, സാധാരണ നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ബൈ ലോ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ഒരു കൺട്രിയില്, നമ്മളുടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഫോറിൻ കൺട്രീസിലൊക്കെ നമുക്ക് എന്ത് വേണം, ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം, സിറ്റിസൺഷിപ്പ് വേണമെങ്കിലൊക്കെ അവിടുത്തെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ മെമ്പർ ആയിരിക്കണം എന്ന് നിർബന്ധം പറയാറുണ്ട്. അല്ലെങ്കിൽ ചില കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ പ്രകാരം നമ്മൾ ചില ഇൻഷുറൻസ് പോളിസീസ് എടുക്കണം എന്ന് പറയും. പിന്നെ വരുന്ന ഒരു പ്രോഗ്രാമാണ് കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ നമ്മുടെ കുടുംബശ്രീ ഇല്ലേ, കുടുംബശ്രീയിലെ മെമ്പേഴ്സിനൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പൽസറി ആണ്. നിങ്ങൾക്ക് അറിയോ അത്? ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് കുറച്ചൊരു എമൗണ്ട് കൊടുക്കാറില്ലേ നിങ്ങൾ? ആരെങ്കിലും ഉണ്ടോ കുടുംബശ്രീയില്? ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് തോന്നുന്നു 325 രൂപയും കാണുമ്പോൾ ചെറിയൊരു എമൗണ്ട് വർഷമുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു എമൗണ്ട് കമ്പൽസറി ആണ്. ആ ഗ്രൂപ്പിൽ ഉള്ളവരെല്ലാവരും ആ ഇൻഷുറൻസ് കമ്പൽസറി ആയിട്ട് എടുക്കണം. ഓക്കെ, അതേപോലെ ലിമിറ്റഡ് ടു മെമ്പേഴ്സ്, ആ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാനും പറ്റുള്ളൂ. ആ ഗ്രൂപ്പിൽ ഉള്ള മെമ്പേഴ്സിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ചില കേസുകളിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ചില കേസുകളിൽ എംപ്ലോയറും എന്ത് ചെയ്യും, എംപ്ലോയിയുടെ പേരിൽ എംപ്ലോയർ എന്ത് ചെയ്യും, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യും. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യും, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യും. ഞാനൊരു വേർഡ് പറയാം, ഇത് ആരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് നോക്കണം. കീ മാൻ ഇൻഷുറൻസ് പോളിസി. കീ മാൻ ഇൻഷുറൻസ് പോളിസി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ടീമില് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കുറവാന്ന് തോന്നുന്നുണ്ട്. ബാക്കിയൊക്കെ ബാച്ചിൽ എല്ലാവർക്കും കീ മാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും. കേട്ടിട്ടില്ല ആരും? ഓക്കെ, കേട്ടിട്ടില്ല? കീ മാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ഒരു ഹെഡിങ് അല്ലെങ്കിൽ ആ ഒരു ഇല്ല. ഓക്കെ, കീ മാൻ ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് ഞാൻ പറയാം. നമ്മളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന മാനേജേഴ്സിനോ അല്ല മറ്റ് ഏതെങ്കിലും അത്രയും നല്ല പൊസിഷനുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ, ഓണർ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഓണർ ആയിരിക്കും പ്രീമിയം ഒക്കെ പേ ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്ന ഇൻഷുറൻസുകളെയാണ് നമ്മൾ കീ മാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്കൊന്ന് നോക്കാം എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. It is an insurance program that met at least one of the following three conditions. താഴെ പറയുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ മെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡറ്ററി എയ്തർ ബൈ ലോ. നിയമം പറഞ്ഞിട്ടുണ്ട് എന്താണ്, നിയമപരമായി ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓർ ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്. നമ്മുടെ തൊഴിൽ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് എടുക്കുന്നത് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ദ പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ദ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ലിമിറ്റഡ് ടു ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് മാത്രമേ ഈ പറഞ്ഞ ഇൻഷുറൻസ് പോളിസിയിൽ മെമ്പർ ആവാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിൽ മെമ്പർ ആവാൻ പറ്റുള്ളൂ. And employer make a contribution to the program on the behalf of an employee. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആ പ്രോഗ്രാമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. പോളിസിയിലെ പ്രീമിയം ആര് പേ ചെയ്യാണ്, എംപ്ലോയർ പേ ചെയ്യാണ്. അങ്ങനത്തെ സ്കീമുകളിൽ നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയും. ഓക്കെ, ഇനി ഫീച്ചേഴ്സും ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ, ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ, സോഷ്യൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റ്സ്. സോഷ്യൽ ഓർ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നമുക്കിത് പറയാട്ടോ.
ഗവൺമെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ത് ഓഫർ ചെയ്യുന്നത് ലോ കോസ്റ്റിലാണ്. വളരെ ചെറിയൊരു എമൗണ്ടിലൊക്കെ ആയിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു കുടുംബശ്രീയുടെ എമൗണ്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം മുമ്പത്തെ എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. 325 രൂപയാണ്, 325 rupees ആണ് കുടുംബശ്രീയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ. എന്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോഴത്തെ റേറ്റ് ഒന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ, ചിലപ്പോ ഓരോ വർഷം മാറുകയൊക്കെ ചെയ്യും. BPL families can also get of insurance benefit with this policy. ഈ ഒരു പോളിസി പ്രകാരം BPL family, what do you mean by BPL? ഫുൾ ഫോം എന്താ BPLന്റെ? ബിലോ പോവർട്ടി ലൈൻ. ഓക്കെ, ബിലോ പോവർട്ടി ലൈനിൽ പെട്ടിട്ടുള്ള ഫാമിലിയിലുള്ള ഫാമിലി മെമ്പേഴ്സിന് ഈ ഒരു പോളിസി സ്കീമിൽ മെമ്പർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. ദ പോളിസി ഗ്യാരണ്ടി കവറേജ് ഫോർ പുവർ പീപ്പിൾ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ഉള്ളത്. ഓക്കെ, സാധാരണക്കാർ, അത്ര വലിയ പണക്കാരൊക്കെ ഒന്നുമല്ല. 2 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും അതിന്റെ എമൗണ്ട് എന്നൊക്കെ പറയുന്നത്. നമുക്കത് വെച്ചിട്ട് വലിയ ഹോസ്പിറ്റലിൽ ഒന്നും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റില്ല. സാധാരണ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ദ പോളിസി കൺസിസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ. നമുക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു, ഇല്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ആവും എന്ന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് പാവപ്പെട്ടവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പേടിയില്ല. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ട്. ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. ഞാനൊരു വേർഡ് പറയാം. ആ ഒരു വേർഡിന്റെ ഫുൾ ഫോം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ ആ ഫുൾ ഫോം ഒന്ന് അന്വേഷിച്ചിട്ട് വേണം. RSBY കേട്ടിട്ടുണ്ടോ? RSBY കാർഡ് ഉണ്ടോ എന്ന് നമ്മളോട് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കേട്ടിട്ടുണ്ടോ? ഓക്കെ, പിന്നെ എന്താണ് ABHI, അബി. ഈ രണ്ടിന്റെ ഫുൾ ഫോം ഒന്ന് അന്വേഷിച്ചിട്ട് വരണം. ഇത് രണ്ടും നമുക്ക് ഗവൺമെന്റ് തരുന്ന 2 സ്കീമുകളാണ് കേട്ടോ. 2 ഇൻഷുറൻസ് പോളിസീസ് ആണ്, കവറേജുകളാണ്. ഓക്കെ, എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നും ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്നും വായിച്ചു നോക്കി. ഓക്കെ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന ഏതെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണമെന്നാ പറയണേ. അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നത് നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്നാ പറയുന്നത്. നമ്മുടെ ലോ പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നിയമം പറഞ്ഞിട്ടുണ്ട്. നിയമം അനുശാസിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കമ്പൽസറി ആയിട്ട് എടുക്കണം എന്ന്. അതേപോലെ തന്നെ എന്താണ് നിയമം അങ്ങനെ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് ഏതാണെന്ന് നിങ്ങൾ ചോദിക്കില്ലേ? ഞാൻ പറയാം, നമ്മള് വണ്ടിക്കൊക്കെ എടുക്കൂലെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറൊക്കെ, നിയമം പറഞ്ഞിട്ടുണ്ട് വെഹിക്കിളിന് ഇൻഷുറൻസ് എടുക്കണം, തേർഡ് പാർട്ടി ഇൻഷുറൻസ് കവറേജ് എടുക്കണം കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് പറയാണ് എല്ലാ എംപ്ലോയീസും, ഈ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസും എന്തെടുക്കണം, ഇൻഷുറൻസ് പോളിസീസ് എടുക്കണം എന്ന് കമ്പൽസറി ആയിട്ട് പറയുന്നു. എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതേപോലെ പിന്നെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കമ്പൽസറി ആയിട്ട് ഈ ഇൻഷുറൻസ് പ്രീമിയം എടുക്കണം എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതേപോലെ തന്നെ ആ ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ്സ്, അവിടെ ഉള്ള മെമ്പേഴ്സിന് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെഡീം ചെയ്യാൻ പറ്റുള്ളൂ. ആ മെമ്പേഴ്സിന് എന്തെങ്കിലും ആക്സിഡൻസോ ഇൻഷുറൻസോ സംഭവിക്കുകയാണെങ്കിൽ, ഇൽനെസ്സോ വരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. അതേപോലെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിലും ഏത് കാറ്റഗറിയിൽ വരും, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. ഇനി ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ച്, അതിന്റെ ബെനിഫിറ്റ്സിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ആർക്കൊക്കെയാണ് ആ ബെനിഫിറ്റ്സ് കിട്ടുന്നത് എന്നൊക്കെയാ പറഞ്ഞത്. വായിച്ചു, എന്നിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. വായിച്ചു നോക്കിയാ?
ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ESI ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ESI? നിങ്ങള് ഒരു എനിക്ക് ഓക്കെ, ഇതിവിടെ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം കേട്ടോ. ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നാണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നാണ് ഇത്. വീണ്ടും അവർ കൊടുത്തിരിക്കാൻ എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ആക്കണം. ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ കുറച്ച് വ്യക്തത വരണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ESI സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1952-ലാണ്. എന്താണ് പറയുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയ വർഷം 1952 ഫെബ്രുവരി 24-ആണ്. ഓക്കെ, ഒന്ന് എഴുതി വെക്കോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം established on 24th February 1952. 1952 ഓക്കെ. ദ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, ഇതിന് വേണ്ടിയിട്ടൊരു ആക്ട് പാസ് ചെയ്തതാണ് 1948. അപ്പൊ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പാസ്ഡ് ഓൺ 1948. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും PSC ഒക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഡൗട്ട് തോന്നും, ഇത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞിട്ട് 1948 ആണല്ലോ തന്നിരിക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, രണ്ടും രണ്ട് ഡേറ്റ് ആണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ESI സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത് 1952 ഫെബ്രുവരി 24 ആണ്. അത് ഇനാഗ്രേറ്റ് ചെയ്തത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ആരാണ്? ഹു ഇസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. 1952 ഫെബ്രുവരി 24-നാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൽ 1948 എന്ന് പറയാൻ കാരണം എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, ഈ ഒരു ആക്ട് പാസ് ചെയ്യണ്ടേ? ആക്ട് പാസ് ചെയ്തതാണ് 1948. രണ്ടും എഴുതി വെക്കണം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 ആണ് പാസ് ചെയ്തത്. നമുക്ക് ഇപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പോലും ഭാവിയിലേക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, നോക്കാം. അപ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഓർ പാസ്ഡ് ഇൻ 1948. The employees state insurance scheme ESIS gives both medical and cash and medical benefits. നമുക്ക് ഈ ഒരു സ്കീം പ്രകാരം എംപ്ലോയീസിന് ക്യാഷും മെഡിക്കൽ ബെനിഫിറ്റ്സും കിട്ടാറുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കൺട്രോൾ ദ സ്കീംസ് ആൻഡ് ഇറ്റ് കോർപ്പറേറ്റ്സ് semi-government body by the Union Minister of Labour as chairman and Director General as chief executive. ഒരു സെമി ഗവൺമെന്റ് ബോഡി ആയിട്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത്, ESI പ്രവർത്തിക്കുന്നത്. അതിന്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ, ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ അതിനെ ഗവേൺ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ബോർഡിന്റെ ഒക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, മാനേജ്മെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ദെൻ ടു മേക്ക് യൂസ് ഓഫ് സിക്നസ് ബെനിഫിറ്റ്സ്, നമുക്ക് സിക്നസ് ബെനിഫിറ്റ്സ് എന്ത് ചെയ്യണം? അവെയിൽ ചെയ്യണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം? സിക്നസ് ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദ എംപ്ലോയി ഹാസ് ടു ബി ഹാവ് വർക്ക്ഡ് ഫോർ 78 days before sickness. നമ്മുടെ എംപ്ലോയി 78 ദിവസം മുമ്പെങ്കിലും വർക്ക് ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. നമ്മുടെ ഓർഗനൈസേഷനിൽ 78 ദിവസം മുമ്പ് എങ്കിലും വർക്ക് ചെയ്തൊരു വ്യക്തി ആയിരിക്കണം. സിമിലർലി സോ മേക്ക് ഷുവർ ദാറ്റ് മേക്ക് യൂസ് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ എന്താ പറയാ, പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് മെറ്റേണിറ്റി ലീവ് ഒക്കെ അലോ ചെയ്യാറുണ്ട്. അങ്ങനെ ബെനിഫിറ്റ്സ് അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ the woman has to have worked 70 days before availing the benefits. അപ്പോൾ നമുക്ക് ഈ ബെനിഫിറ്റ്സ് കിട്ടണേനും 70 ദിവസം മുമ്പെങ്കിലും അവർ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തായിരിക്കണം. സിക്നസിന്റെ കേസിലാണെങ്കിൽ 78, മെറ്റേണിറ്റി ബെനിഫിറ്റ്സിന്റെ കേസിലാണെങ്കിൽ 70 ദിവസം. ആ ഡേയ്സും ആ സിക്നസ് എന്നുള്ള വേർഡും അണ്ടർലൈൻ ചെയ്യാം, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് അണ്ടർലൈൻ ചെയ്യാം, വുമൺ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം, 70 days എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ബെനിഫിറ്റ്സ് കിട്ടണം, സിക്നസിന്റെ ബെനിഫിറ്റ്സ് കിട്ടണം.
Underline എന്താണ്? ഓക്കെ underline ചെയ്യണം. ഓക്കെ, നമ്മള് സിക്നസ് ബെനിഫിറ്റ്സ് ആണെങ്കിൽ നമ്മൾ എത്ര ദിവസം മുമ്പ് വർക്ക് ചെയ്യണം? ഹാസ് ടു വർക്ക് ബിഫോർ 78 days ആണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഹാസ് ടു വർക്ക് ബിഫോർ 70 days. അതൊന്ന് മാർക്ക് ചെയ്തിട്ടാ മതി. ഒന്ന് മാർക്ക് ചെയ്തിട്ട് സിക്നസ് ബെനിഫിറ്റ്സ് 70 daysന് മുമ്പെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളായിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ 70 ദിവസം മുമ്പെങ്കിലും 70 ദിവസം വരെ നമുക്ക് കുഴപ്പമില്ല. 70 ദിവസം മുമ്പ് വരെ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സ്ത്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് അലോ ചെയ്യാം. ഓക്കെ, ഇനി പറയുന്നതാണ് primarily designed to help the factory workers. ഈ ചില ഫാക്ടറിയിലൊക്കെ ഭയങ്കര ആക്സിഡൻസും ഹസാർഡ്സും ഭയങ്കര ആപത്തൊക്കെ ഉള്ള ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. വർക്കേഴ്സ് ഹാൻഡിൽ ദ എക്സ്പെൻസസ് ഫോളോയിങ് ആക്സിഡൻസ് ആൻഡ് ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്. നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് റിസ്ക് ഒക്കെ ആണെങ്കിൽ ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം is available for the workers employed in different factory in India. ഇതേപോലത്തെ ഹസാർഡസ് ആയിട്ടുള്ള ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും എന്ത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്? ESI ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ദ വർക്കർ ഡ്രോയിങ് എ വേജ് നോട്ട് എക്സസ് ഓഫ്. അപ്പോ ഈ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ESI ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വർക്ക് ചെയ്യുന്ന ആള് ലേബർ ഒരിക്കലും എത്ര രൂപയിൽ കൂടാൻ പാടില്ല അദ്ദേഹത്തിന്റെ ശമ്പളം? പെർ മന്ത് 21,000 രൂപയിൽ കൂടാൻ പാടില്ല. ദ വർക്കർ ഡ്രോയിങ് എ വേജ് ഈസ് നോട്ട് എക്സസ് ഓഫ് 21,000 പെർ മന്ത് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദി സ്കീം. ഈ സ്കീമിന്റെ പാർട്ട് ആവാനായിട്ട് പറ്റും. നോട്ട് എക്സസ് 21,000, 21,000 രൂപയിൽ കൂടുതൽ സാലറി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വേജ് വാങ്ങിക്കുന്ന ആളാ അല്ലെങ്കിൽ നമുക്ക് ESI ബെനിഫിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ക്ലെയിം ചെയ്യാൻ പറ്റും. ഹസാർഡസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേഞ്ചറസ്, ആപത്തുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക്, അങ്ങനെ എന്ത് ഒരുപാട് ചില മെഷീൻസ് അതേപോലെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഫാക്ടറി വർക്കുകൾ ഉണ്ട്. അങ്ങനത്തെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ESI ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാൻ പറ്റും. അത് ആ വർക്കേഴ്സിന് 21,000 രൂപയിൽ കൂടാൻ പാടില്ല. അദ്ദേഹത്തിന്റെ മന്ത്ലി വേജ് എത്ര രൂപയിൽ കൂടാൻ പാടില്ല? 21,000 രൂപയിൽ കൂടാനായിട്ട് പാടില്ല. ഇങ്ങനെ നമുക്ക് ESI ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ വേണം. അതേപോലെ തന്നെ എംപ്ലോയറിന്റെ ഭാഗത്ത് ഒരു കോൺട്രിബ്യൂഷൻ വേണം. തൊഴിലാളിയും കോൺട്രിബ്യൂട്ട് ചെയ്യണം, നമ്മളുടെ ഓണറും അല്ലെങ്കിൽ തൊഴിലുടമയും എന്ത് ചെയ്യണം? ഈ പൈസയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. തൊഴിലാളി എത്ര രൂപയാണ് പേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വേജിന്റെ മന്ത്ലി വേജിന്റെ 0.75% ആണ് പേ ചെയ്യേണ്ടത്. എത്രയാണ്? 0.75%. നമുക്ക് നോക്കാതെ എങ്ങനെയാ കണ്ടുപിടിക്കണേന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ നോക്കാനുണ്ട്. അപ്പൊ 0.75% ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും? എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയർ 3.25%. എത്രയാണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3.25% എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. നോക്കാം. Employer and employee share the premium for participation in this health insurance scheme. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും എന്ത് ചെയ്യണം? പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയി പേ ഓൺ ആൻ ആവറേജ് ഓഫ് 0.75% ഓഫ് ദ വേജ്. എംപ്ലോയി എത്ര രൂപ കൊടുക്കണം? അദ്ദേഹത്തിന്റെ വേജിന്റെ 0.75% കൊടുക്കണം. ആൻഡ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 3.25% ഓഫ് വേജ് ബിൽ. അപ്പോ എംപ്ലോയർ എത്ര കൊടുക്കണം? അദ്ദേഹത്തിന്റെ വേജിന്റെ 3.25 കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത് രണ്ടും കൂടി ആയിരിക്കും ESIയുടെ പ്രീമിയം ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ദ എംപ്ലോയി ഹൂ ഈസ് ഗെറ്റിംഗ് ഡെയിലി വേജ് ഓഫ് ലെസ് ദാൻ ₹176, 176 രൂപയിലും കുറവാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്? വേജ് കിട്ടണമെങ്കിൽ shall be excluded from the payment of contribution. നമ്മൾ അങ്ങനെ എംപ്ലോയി എന്ത് കൊടുക്കണ്ട? അദ്ദേഹത്തിന്റെ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ട. അവിടെ ഫുൾ എമൗണ്ടും ആര് പേ ചെയ്തോളും? എംപ്ലോയർ പേ ചെയ്തോളും. എന്താണ് ഇപ്പൊ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ESIയുടെ ടൈം പറഞ്ഞത് ESI എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? February 24th, 1952 ആണ്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പാസ് ചെയ്തതാണ് 1948. Then നമ്മൾ പറഞ്ഞതാണ്
ഈ ബെനിഫിറ്റ്സ് അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിക്നസ് ബെനിഫിറ്റ്സ് ആണെങ്കിൽ ആ എംപ്ലോയി 72 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ആളായിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആണെങ്കിൽ 70 ദിവസത്തിനുള്ളിൽ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത എംപ്ലോയി ആയിരിക്കണം, സ്ത്രീ ആയിരിക്കണം. പിന്നെ പറഞ്ഞത് നമ്മുടെ എംപ്ലോയി വല്ല ഫാക്ടറിയിലൊക്കെ ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ പാർട്ട് ആകാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേജ് എത്രയും കൂടാൻ പാടില്ല, 21,000 കൂടാനായിട്ട് പാടില്ല, 21,000. അതേപോലെ ഇങ്ങനത്തെ സ്കീമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എംപ്ലോയിയും എംപ്ലോയറും എന്ത് ചെയ്യണം, പ്രീമിയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് 0.75% ആണെങ്കിൽ എംപ്ലോയർ ആണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്. 3.25% ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ എംപ്ലോയിക്ക് ഡെയിലി വേജ് 176 രൂപയിലും കുറവാണ്. അങ്ങനെയാണെങ്കിൽ എംപ്ലോയി എന്ത് ചെയ്യുന്നുണ്ട്, ESIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമും ഞാൻ പറഞ്ഞ 2 ഇയേഴ്സും ശ്രദ്ധിക്കണം. എസ്റ്റാബ്ലിഷിംഗ് 1948 ചോദിച്ചു കഴിഞ്ഞാൽ ESI ആക്ട് ആണ്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ്. 1952 ആണെങ്കിലാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം വരുന്നത് കേട്ടോ. നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ലാസ്റ്റ് പോയിന്റില് 176 രൂപയാണ് എംപ്ലോയിക്ക് കിട്ടണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ESIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടെന്നല്ലേ? 176 രൂപയിലും കുറവാണ്. 176 രൂപ അല്ലെങ്കിൽ 176 രൂപയിലും കുറവാണ് നമ്മുടെ എംപ്ലോയിക്ക് വേജ് ആയിട്ട് കിട്ടുന്നെങ്കിൽ നമ്മൾ എംപ്ലോയി എന്ത് ചെയ്യേണ്ട, പൈസ ആ ഒരു 0.75% എന്നുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. ഫുൾ എമൗണ്ടും ആര് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം, എംപ്ലോയർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും കുറച്ചൊന്ന് കറക്റ്റാണ് പറയുന്നത്. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പക്ഷെ അവരുടെ ആ ലാംഗ്വേജിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതായത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കാൻ പാട് കേട്ടോ. ഇനി പറയുന്നതും അതേപോലത്തെയാണ്. മാക്സിമം ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി സിക്ക് ബെനിഫിറ്റ്സ് ആണ് ഇനി പറയുന്നത്. സിക്ക് ബെനിഫിറ്റ്സ്, the employee is given at a rate of 70% of daily average wage for a maximum period. എന്താണ് മാം ഇയർ ഒന്നും കൂടെ പറയോ? എനിക്ക് മനസ്സിലായി. ഇയോ എടാ, എംപ്ലോയീസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇയേഴ്സ് ആണ് ഒന്നുകൂടി പറയുന്നത്. ESIയുടെ ആക്ട് പാസ് ചെയ്തത് 1940 ആക്ട് തുടങ്ങി ആ ഇയർ ഒന്നും കൂടി പറയാവോ? ESI ആക്ട് പാസ് ചെയ്തത് 1948ലാണ്. ESI ആക്ട് പാസ് ചെയ്തത് 1948ലും ESI സ്കീം അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1952ലും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇയറൊക്കെ അവിടെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുതല്ലോ. നിങ്ങൾ ഇപ്പൊ മിക്ക കുട്ടികളും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനും PSC ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ESI എന്താണ് ഓക്കേടാ. എന്താ ദേവി കൃഷ്ണ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ല മോനെ. മെസ്സേജ് അയച്ചിട്ടുണ്ടടാ, അതൊന്ന് നോക്ക്.
എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ചോദിക്കും കേട്ടോ. ഓക്കെ, എംപ്ലോയീസ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ESIയുടെ ബെനിഫിറ്റ്സ് ആണ്. സിക്ക് ബെനിഫിറ്റ്സ് നമുക്ക് എത്ര കിട്ടും, എത്ര പെർസെന്റേജ് കിട്ടും എന്നാണ് പറയുന്നത്. The employee is given at the rate of 70% of daily average wage. നമ്മുടെ ഡെയിലി ആവറേജ് വേജിന്റെ 70% കിട്ടും. For a maximum period of 91 days in an year. This benefits മാക്സിമം എത്ര ദിവസത്തേക്ക് കിട്ടും? 91 ഡേയ്സിലേക്ക് കിട്ടും. 91 ഡേയ്സിലേക്ക് നമുക്ക് സിക്ക് ബെനിഫിറ്റ്സ് കിട്ടും. നമ്മുടെ വേജിന്റെ 70% ആയിരിക്കും നമുക്ക് ആ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി എക്സ്റ്റെൻഡഡ് സിക്ക് ബെനിഫിറ്റ്സ് ആണെങ്കിൽ താഴെ പറയുന്ന അസുഖങ്ങൾ മൂലമായിരിക്കണം ഈ സിക്ക് ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. 91 ഡേയ്സിന് മേലെ അല്ലെങ്കിൽ 90 എബവ് അല്ലെങ്കിൽ മോർ ദാൻ 91 ഡേയ്സ് ആണെങ്കിൽ ഈ താഴെ പറയുന്ന അസുഖങ്ങളായിരിക്കണം നമ്മുടെ വർക്കർക്ക് വരാനായിട്ട്. ഇൻ ദ കേസ് ഓഫ് ഡിസീസ് ലൈക്ക് ട്യൂബർകുലോസിസ്. എന്താണ് ട്യൂബർകുലോസിസ് മലയാളത്തിൽ പറയുന്നത്? ഓക്കെ, ഞാൻ മ്യൂട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് വന്നപ്പോ ഞാൻ ഓഫ് ചെയ്തതാണ്. എന്താണ് ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാല്? ക്ഷയരോഗമാണ്. ഓക്കെ, ക്ഷയരോഗമാണ്. ലെപ്രോസിയോ? കുഷ്ഠരോഗം. കുഷ്ഠരോഗം. ഫ്രാക്ചേഴ്സ് അറിയാലോ, നമുക്ക് വല്ല ഫ്രാക്ചേഴ്സ് കാലുകൊണ്ടോ. ഓക്കെ, ഇതേപോലത്തെ അസുഖമാണെങ്കിൽ നമുക്ക് സിക്ക് ബെനിഫിറ്റ്സ് എത്ര നാൾ വരെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും? 2 years വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ വേജിന്റെ 80% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ തരും. നമുക്ക് നമ്മുടെ വേജ് എത്രയാണോ 1000 ആണെങ്കിൽ 80%, 800 വരെയും അവര് നമുക്ക് തരും. ഓക്കെ, ഇതാണ് സിക്ക് ബെനിഫിറ്റ്സ്. എക്സ്റ്റെൻഡഡ് സിക്ക് ബെനിഫിറ്റ്സിന്റെ കേസിൽ പറയുന്നത്. എൻഹാൻസ്ഡ് സിക്ക് ബെനിഫിറ്റ്സ് ആണ്. അത് എൻഹാൻസ്ഡ് സിക്ക് ബെനിഫിറ്റ്സ്, സിക്നസ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷന്റെ കേസിലാണെങ്കിലാണ് ഈ പറയുന്ന കാര്യം. സ്റ്റെറിലൈസേഷൻ നമ്മൾ മെഡിക്കൽ ടേം സ്റ്റെറിലൈസേഷൻ അല്ല, അത് മാരകമായ, ഞാൻ വായിച്ചില്ല അല്ലെ, ഓക്കെ. എൻഹാൻസ്ഡ് സിക്ക് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സ് ആണ്. എത്ര ദിവസം വരെയും കൊടുക്കും നമ്മള്? മെയിൽ ബെനിഫിഷ്യറി ആണെങ്കിൽ 7 ദിവസം വരെ നമുക്ക് കൊടുക്കും. ഫീമെയിൽ ബെനിഫിഷ്യറി ആണെങ്കിൽ 40 ഡേയ്സ് വരെ നമ്മൾ അവർക്ക് ആ ഒരു എന്താണ് ഈ ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ധീകരണമാണ് കേട്ടോ. ഓക്കെ, extended sick benefits പറഞ്ഞു. The enhanced sick benefits up to 7 days for male beneficiary and 14 days for female beneficiary in the event of sterilization. സ്റ്റെറിലൈസേഷന്റെ കേസ് ആണെങ്കിൽ അവർക്ക് 7 ദിവസം വരെ മെയിൽ ബെനിഫിഷ്യറിക്ക് നമ്മൾ സിക്ക് ബെനിഫിറ്റ്സ് കൊടുക്കും. 14 ഡേയ്സ് വരെ ഫീമെയിൽ ബെനിഫിഷ്യറിക്ക് സിക്ക് ബെനിഫിറ്റ്സ് കൊടുക്കും. ഇനി എക്സ്റ്റെൻഡഡ് സിക്ക് ബെനിഫിറ്റ്സിൽ ഒരു വേർഡ് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇനി ട്യൂബർകുലോസിസ്, ലെപ്രോസി, ഫ്രാക്ചേഴ്സ്, മെഗാലിസി എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള ക്യാൻസർ പോലത്തെ എന്തെങ്കിലും അസുഖമാണെങ്കിലാണ് എക്സ്റ്റെൻഡഡ് സിക്ക് ബെനിഫിറ്റ്സ് നമ്മൾ കൊടുക്കുന്നത്. ഈ സിക്ക് ബെനിഫിറ്റ്സ് നമുക്ക് എത്ര നാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? 2 years വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ സിക്നസ് ബെനിഫിറ്റ് പറഞ്ഞു, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്സ് പറഞ്ഞു, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്സ് പറഞ്ഞു. നെക്സ്റ്റ് ആണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. ഡെലിവറിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആണ്. At the rate of full wage for the period of 180 days in the case of pregnancy. Pregnancy കേസിലാണെങ്കിൽ നമുക്ക് 180 days നമുക്ക് എന്ത് തരുന്നുണ്ട്? ഫുൾ വേജ് നമുക്ക് അവർ തരും 180 days. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര മാസത്തേക്കാണെന്നുള്ളത്. ഓക്കെ, 180 ഡേയ്സിന്റെ ഫുൾ വേജ് പ്രഗ്നൻസിയുടെ കേസിൽ തരും. 6 weeks in the event of miscarriage. 6 ആഴ്ച വരെ മിസ്കാരേജിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ ബെനിഫിറ്റ്സ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. MTP അതിന്റെ ഫുൾ ഫോം എഴുതി വെച്ച്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ നടത്താറുണ്ട് പ്രഗ്നൻസിയിൽ. അബോർഷൻ ലീഗലി ചെയ്യുന്നത്, മെഡിക്കലി നമ്മൾ ചെയ്യുന്നത്. മിസ്കാരേജ് അല്ല എന്ന് വെച്ചാൽ മനഃപൂർവ്വം അല്ലാതെ മിസ്കാരേജ് ആയി പോകുന്നത് മനഃപൂർവ്വം അല്ലാതെ. MTP എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. അവിടെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അത് ഇപ്പൊ ഒരു കുട്ടിക്ക് എന്താണ് പ്രഗ്നന്റ് ആയിരുന്നു, ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് നമ്മൾ അത് എന്ത് ചെയ്തു? അബോർട്ട് ചെയ്യേണ്ടി വന്നു. അത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്.
അങ്ങനെ അബോർഷൻ ഒക്കെ ചെയ്യും. അതേപോലെ കുട്ടിക്ക് വളർച്ചയില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചില കേസുകളിൽ നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാറുണ്ട്, അബോർഷൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് അവീൽ ചെയ്യാനായിട്ട് പറ്റും. പ്രഗ്നൻസി ആണെങ്കിൽ 182 ഡേയ്സിന്റെ ഫുൾ വേജ് കിട്ടും. മിസ്കാരേജും MTP ആണെങ്കിലും 6 വീക്സിന്റെ ഫുൾ വേജ് കിട്ടും. ഇനി ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സ്. Temporary disabled person is given 90% of wage in cash during the period of disablement. നമുക്ക് ഇപ്പൊ ഡിസേബിൾ ആയിട്ടുള്ള പേഴ്സണിന് ഇപ്പൊ ഒരു നമ്മുടെ വേജിന്റെ 90% ആ ഒരു പീരീഡ് ഡിസേബിൾ ആയിട്ടുള്ള പീരീഡിലേക്ക് അലൗ ചെയ്യാറുണ്ട്, ക്യാഷ് നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫ്രൂണൽ ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ ഡെത്തിന്റെ കേസ് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ, അവിടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന വ്യക്തിക്കാണ് നമ്മൾ ഈ ഒരു ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. ഈസ് ഗിവൺ ആൻ എമൗണ്ട് ഓഫ് 15,000, 15,000 രൂപയാണ് ഈ ഫ്രൂണൽ പർപ്പസിന് വേണ്ടി, ശവസംസ്കാര പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു 15,000 രൂപ ESIയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആണ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. The member of the worker get a medical cover that includes the outdoor treatment, specialist service, ambulance service and indoor service. അപ്പോൾ ഇത് മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ വർക്കർക്ക് എന്ത് ബെനിഫിറ്റ്സ് മെഡിക്കൽ കവർ കിട്ടാണ്? ഇൻഡോർ ട്രീറ്റ്മെന്റിന് നമ്മുടെ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ്, പുറത്തുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി, സ്പെഷ്യലിസ്റ്റ് സർവീസുകൾക്ക് വേണ്ടി, അതേപോലെ ആംബുലൻസ് സർവീസുകൾ ഉണ്ടാവും. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കോ ഒക്കെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വരുന്ന സർവീസുകൾ, അതിന് വരുന്ന എക്സ്പെൻസുകൾ പൈസ തരും. ഇൻഡോർ സർവീസ് നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് തന്നെ മറ്റെന്തെങ്കിലും സ്പെഷ്യൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള പൈസയും ആര് കൊടുക്കും? ESI കൊടുക്കും. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. നമ്മൾ പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ESI ആക്ട് പ്രകാരം ഇന്ത്യൻ റുപ്പി 20,000 രൂപയ്ക്കാണെങ്കിൽ എത്ര രൂപ, നമ്മൾ 21,000 രൂപ വരെ ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ESI അലോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റുപ്പി 20,000 രൂപയാണെങ്കിൽ എത്ര രൂപ വീതം എംപ്ലോയർ കൊടുക്കണം, എത്ര രൂപ എംപ്ലോയി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കാൽക്കുലേഷനിൽ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട് 20,000 at 3.25 എന്ന് പറയുന്നത് 20,000 into 3.25 divided by 100, അതാണ് 650 എന്ന് പറയുന്നത്. എംപ്ലോയി കൊടുക്കേണ്ടത് 20,000 into 0.75% ആണ്, അത് 150. ടോട്ടൽ എംപ്ലോയറും എംപ്ലോയിയും കൂടി ESIയിലേക്ക് പോകേണ്ടത് 800 rupees ആണ്. ആ ഒരു കാൽക്കുലേഷൻ രീതിയിൽ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻ നിങ്ങളൊന്ന് നോക്കുക, കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കുക. 3.25 divided by 100 ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. Let's say to calculate the wage as per ESI Act 1948. ESI Act 1948 പ്രകാരം ശ്രദ്ധിച്ച് നിങ്ങൾ ESIയുടെ ആക്ടിന്റെ ഇയർ എവിടെയും പറഞ്ഞിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ESIയുടെ ആക്ട് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എഴുതേണ്ട വരുന്നത് ESI Act 1948 ആണ്. INR Indian rupee 20,000 ആണെങ്കിൽ then the contribution will be calculated using ESI calculation formula as given below. താഴെ തന്നിരിക്കുന്ന ESI calculation formula വഴിയാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പർട്ടിക്കുലർ കാൽക്കുലേഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ഒക്കെ കൊടുക്കുക. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ അറ്റ് 3.25, അപ്പൊ 20,000 into 3.25 divided by 100 ആണ് 650. എംപ്ലോയി കോൺട്രിബ്യൂഷൻ 0.75, 20,000 into 0.75 divided by 100 ആണ് 150. Then total contribution ആണ് എത്ര? 800. ഇങ്ങനെയാണ് നമ്മൾ ESIക്ക് എമൗണ്ട് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തേ. ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ്സും അതേപോലെ തന്നെ ഈ ഒരു കാൽക്കുലേഷനും വേഗം ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. ഓക്കെ ഏട്ടാ, പറയാം. നമ്മൾ ഫ്രോണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശവസംസ്കാരം ഉണ്ടല്ലോ. നിങ്ങൾ മോർച്ചറി ഒക്കെ പഠിച്ച സമയത്ത് ഫ്രോണൽ അല്ലെങ്കിൽ ശവസംസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെഡ് ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യണം അത് റിലേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്.
ഇല്ലേ? ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ചെലവിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ തരും എന്നാ പറഞ്ഞത്? നമ്മുടെ എൽഡസ്റ്റ് മെമ്പേഴ്സിന്റെ കയ്യില്, ആ ഫാമിലിയിൽ ജീവിച്ചിരിക്കുന്ന എൽഡസ്റ്റ് മെമ്പറിന്റെ കയ്യില് 15,000 rupees തരും. ഇനി ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സ് ആണ്. എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ചു പോയി, ആ ഒരു വൈകല്യത്തിന്റെ പീരീഡ് ചിലപ്പോൾ എന്തെങ്കിലും ഫ്രാക്ചേഴ്സോ മറ്റെന്തെങ്കിലും ഒക്കെ സംഭവിച്ചിരിക്കണേ. അപ്പൊ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിച്ച ആ പീരീഡില് നമുക്ക് 90% ഓഫ് വേജ് നമുക്ക് കിട്ടും. നമ്മുടെ വേജിന്റെ 90% ക്യാഷ് ആയിട്ട് നമുക്ക് ആ പീരീഡിൽ തരും എന്നാ പറയണേ കേട്ടോ. പിന്നെ കാൽക്കുലേഷനും ഒന്നും എല്ലാവരും വായിച്ചു നോക്കാം കേട്ടോ. ESI ആക്ട് ഏത് വർഷമാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ 1948 ആണ്. അത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കാം. ഡിസേബിൾമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകല്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ വൈകല്യങ്ങൾ സംഭവിച്ച ആ ഒരു പീരീഡിലേക്ക് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സിനെയാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. പിന്നെ ക്ലാസ് വൈകിട്ട് ചെയ്യാണ്. താങ്ക് യു ഓൾ. ബെനിഫിറ്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. റേറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിക്കോ. നിങ്ങൾ മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു ഓൾ. Thank you, ma'am.